ഇന്ന് ഫെബ്രുവരി 15 ഞായറാഴ്ച കേട്ടോ, അതായത് ശിവരാത്രി. ഞാൻ അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനാട്ടോ. ശിവരാത്രി നോറ്റിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ നോക്കാറൊന്നുമില്ല ഇതുവരെ. അങ്ങനെ അന്നദാനത്തിനോ ഫുഡ് കഴിക്കാനോ പോയിട്ടുമില്ല. പക്ഷേ ഇതിപ്പോൾ അമ്മയും അനിയത്തിയൊക്കെ അങ്ങനെ നിർബന്ധിച്ചൊന്ന് പോവായിരിച്ചു. അപ്പം അല്ലറ ചില്ലറ പണികളൊക്കെ കഴിച്ച് ഞാൻ രാവിലെ ചായയും കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷമാണ് കുളിക്കണത്. പറഞ്ഞില്ലേ, നോൽമ്പൊന്നും എടുത്തിട്ടില്ല, പക്ഷെ മീനൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ പത്തിരിയും പട്ടാണി കടലേൻ്റെ കറിയൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മേലോട്ട് പോണത്. ആദ്യം തന്നെ ഒരു നീക്കണേൻ്റെ മുന്നേ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടോ, ഏത് ഡ്രസ്സ് വേണേൽ ഇട്ട് പോകാം എന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചു. നോക്കുമ്പോൾ അമ്മണി നല്ല ഉറക്കമാണ്. എനിക്കൊരു 10:30 ആകുമ്പോൾ പോകും വേണം. ഇവിടുന്ന് 10:30 ബസ്. ഇപ്പം 8:30 ആയിട്ടുള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ 9 മണിയായപ്പോഴത്തേനും ഞാൻ രണ്ടാളെയും കുത്തിണീപ്പിച്ച് കുളിപ്പിച്ച് ചായ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ചായ കുടിക്കാനായിട്ട് താഴോട്ടൊരു പോക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരേ ഉണ്ടാവില്ല, ഫോണ് കളിച്ചാണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്താൽ അത് കഴിഞ്ഞില്ലേ വെച്ചിട്ട് ഞാൻ പോയി വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ടോ. പിന്നെ മുടിയൊന്ന് ഉണക്കിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ ഈ ഹെയർ ഡ്രയർ. ഒരു 3-4-5 കൊല്ലമായി. നല്ല നല്ല സാധനം കേട്ടോ, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് നടക്കുന്നത്, കാരണം അപ്പം തന്നെ 9:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വേഗം മാറ്റി. ഞാനാണെങ്കിൽ ഈ ഒരു സൽവാറാട്ടിന് എനിക്കിതിൻ്റെ ഷാള് തീരെ ഇഷ്ടമല്ല. അവസാനം ഞാനൊരു വെള്ള ഷാൾ എടുത്തിട്ട്, എനിക്ക് മറ്റേ ഷാൾ ഭയങ്കര കട്ട് ചെയ്യാനോട് കംഫർട്ടബിൾ അല്ല. പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഗംഗിണി ക്യാരറ്റ് അരിഞ്ഞത് തിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിലാണ് പോണത്. ബസ്സിന് രാമനാട്ടരയ്ക്ക് പോകണം. രാമനാട്ടരെന്ന് പിന്നെ അവിടുന്ന് അമ്മ വരുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മളിത് സ്റ്റാൻഡിലെത്തിയിട്ട് അമ്മേനെ കാത്തിങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ഓട്ടോ വിളിച്ചിരിക്കുകയാണേ. ആ ഓട്ടോ ചേട്ടന് വഴി അറിയായിട്ടാണോ അറിയില്ല, പാടത്തിൻ്റെ നടുവ് കൊണ്ടുപോയി നിർത്തി തന്നു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നടന്നു. നല്ല നട്ടപ്പറ വെയിലുണ്ടായിരുന്നു, പക്ഷേ വെയിലിന് കനം കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയ ചെരുപ്പാണ് മക്കളെ, അത് നനയുമെന്ന് പേടിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ ഉള്ളിലൊക്കെ പോയി ഒന്ന് തൊഴുതു, നാഗത്തിൻ്റെ അവിടെയും. പിന്നെ കുളമൊക്കെ കാണിച്ചെടുത്തു. കുളം കണ്ടപ്പോൾ എൻ്റെ കിങ്ങിണിക്ക് ആക്രാന്തം മൂത്തിട്ട് പിന്നെ അതിന് ഇങ്ങോട്ട് കയറണമെന്നേ ഇല്ല. ഫുള്ള് വെള്ളത്തിൽ തന്നെ കുറേ നേരം ഞങ്ങൾ അവിടെയാണ് നിന്ന് കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞ് ഫോട്ടോ എടുക്കണു, ഇങ്ങോട്ട് തിരിഞ്ഞ് ഫോട്ടോ എടുക്കണു, വെള്ളത്തിൽ നീന്തണം അവസാനം. അങ്ങനത്തെ അവസ്ഥയായി. അവിടുന്ന് കയറണേ ഇല്ല. ഇതിലാണ് നല്ല വഴുക്കുമുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് ടോക്കണൊക്കെ, ഫുഡ് കഴിക്കാൻ ടോക്കൺ എടുക്കണം. ടോക്കണൊക്കെ എടുത്തിട്ട് നമ്മൾ അനിയത്തിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഭജനയോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ട്, അവിടെ പോയൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ടോക്കൺ വിളിച്ചു. നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചാൽ അപ്പം തന്നെ നമ്മൾ അനിയത്തീൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ ചെയ്തത്, കാരണം അധികം നേരം നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാ ഈ ഒരു കുഴൽ എന്താ ഇതിന് പറയാറില്ല, ആ പൈപ്പ് കണ്ടപ്പോൾ മക്കൾക്ക് ഭയങ്കര അത്ഭുതം. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരമൊക്കെ പോയിരുന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഈ ഒരു വ്ളോഗൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെയും എപ്പോഴെങ്കിലും കാണാമല്ലോ എന്നുള്ള ആ ഒരു തോട്ടം ഉണ്ടാകും കേട്ടോ. അപ്പോൾ മാക്സിമം കഴിയണവരൊക്കെ ഇതേപോലെ വ്ളോഗുകൾ ചെയ്തിടാൻ നോക്കുക കേട്ടോ, പിന്നെ നമുക്ക് കാണാമല്ലോ.